നമസ്കാരം. ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യ സംവിധാനങ്ങളിലൊന്നായി ഇന്ത്യ മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ലോകം ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് അല്ലെങ്കിൽ അംഗീകരിച്ചത്. നമ്മളത് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു. മതവും ഭാഷയും മുതൽ ഭക്ഷണവും ഭൂപ്രകൃതിയും വരെ വൈവിധ്യങ്ങളോ ആവുന്ന ഒരു സമൂഹത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 50% ആളുകളെങ്കിലും എല്ലാം കൊണ്ടും പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് സുകുമാർ സെൻ നടത്തിയ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ തുടങ്ങുന്നു ഇന്ത്യയുടെ വിസ്മയിപ്പിക്കുന്ന ഒരു ജയത്തെയാണ്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ടായി മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ പാമ്പാട്ടികളുടെയും ദുർമന്ത്രവാദികളുടെയും നാട് എന്നുള്ള പ്രതിച്ഛായ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ 1947 സംഭവിച്ചത്. വർഗീയ കലാപത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു രാജ്യം ഉരുത്തിരിഞ്ഞു വരുന്നു. ആ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയൊരു വ്യക്തി അതേ മതത്തിൻ്റെ കാരണത്താൽ മാസങ്ങൾക്കകം കൊല്ലപ്പെടുന്നു. സ്വാതന്ത്ര്യമാണ് ലക്ഷ്യം, അത് കഴിഞ്ഞാൽ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ ഒരു സംവിധാനം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു. അവർ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ പോലെ തന്നെ വിസ്മയിപ്പിക്കുന്നതാണ്, മനോഹരമാണ്. പലപ്പോഴും നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ വീമ്പ് പറച്ചിൽ മാറ്റി നിർത്തിയാൽ തിരുവിതാംകൂർ രാജവംശം അടക്കമുള്ള രാജവംശങ്ങൾ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനും പാശ്ചാത്യ ലോകത്തിൻ്റെ തുറന്ന ചിന്താഗതികൾക്കും ഒരാഗോള പൗരന്മാരാകാൻ ഇന്ത്യക്കാരെ സഹായിക്കും എന്നൊരു തിരിച്ചറിവിൽ നടത്തിയൊരു സ്വാംശീകരണമുണ്ട്. ഒരുപക്ഷെ ഇംഗ്ലീഷ് ഭാഷയുടെ വളർച്ച പോലെ തന്നെയാണ്. ഫ്രഞ്ചുകാരനും സ്പെയിൻകാരിയുമൊക്കെ ഇന്നും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വൈമുഖ്യത്തിന് കാരണം തങ്ങളെക്കാൾ എത്രയോ പുതിയതാണ്, തങ്ങളെക്കാൾ എത്രയോ പിന്നിലാണ് എല്ലാം കൊണ്ടും ഇംഗ്ലീഷ് ഭാഷ എന്നുള്ള വിശ്വാസമുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഇന്നും ഈ നിമിഷവും അവർ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യത്വത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, കയ്യേറ്റത്തിൻ്റെ വികൃതമായൊരു ഭൂതകാലം അവകാശപ്പെടാനുള്ളപ്പോഴും അനുനിമിഷം നവീകരിക്കാനുള്ള ഒരു പാശ്ചാത്യ മനസ്സ് പലപ്പോഴും അവർ കാണിക്കാറുണ്ട്. ആ മനസ്സ് തന്നെയാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണാധികാരികൾ കാണിച്ചത്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എന്ന് പറയാൻ നമുക്ക് കഴിയും വേണമെങ്കിൽ. കാരണം ആഗോളതലത്തിലുള്ള സ്വതന്ത്ര ചിന്താഗതിയെ പരിപോഷിപ്പിച്ച ഒരു വിദ്യാഭ്യാസ സംവിധാനം ഇന്ത്യയുടെ ഇന്നലകളിലെ ഏറ്റവും ചുരുങ്ങിയ 1000 വർഷമെങ്കിൽ പിറകിലുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കണ്ടെത്തലുകളെ ചേർത്തുകൊണ്ട് പുതിയ പാഠ്യപദ്ധതികൾ നവീകരിക്കുമ്പോൾ പോലും ശാസ്ത്രത്തിന് പ്രാമുഖ്യം നൽകിയ, ശാസ്ത്രീയ ചിന്തകൾക്ക് പ്രാമുഖ്യം നൽകിയ, ഉൾക്കൊള്ളാനും നവീകരിക്കാനും തിരസ്കരിക്കാനുമുള്ളത് ഒരു മനസ്സ് ഉള്ള ഒരു സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടന തന്നെ അത് തെളിവാണ്. ആ ഭരണഘടനയുടെ സൃഷ്ടിയാണ്, അങ്ങനെ ഒരു ഭരണഘടന വേണം എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞ ഒരു കൂട്ടം പുരോഗമനവാദികളുടെ സൃഷ്ടിയാണ് നമ്മൾ ഇന്നീ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ ICS-ഉം ബാരിസ്റ്റർ പട്ടവും എല്ലാം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയവരുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ സൃഷ്ടിയിൽ പരസ്പരമുള്ള ആശയപരമായ ആദർശപരമായ വൈരുദ്ധ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട്
വലിയ വലിയൊരു നാളേക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്ത ഒരു പിടി ആളുകളുണ്ട്. അതിലെല്ലാം നമ്മൾ കണ്ടത് സാംസ്കാരിക പുരോഗതിക്കും വിദ്യാഭ്യാസത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനത്തെയാണ്. ടാഗോറും ഗാന്ധിജിയും തമ്മിൽ, ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ, നെഹ്റുവും പട്ടേലും തമ്മിൽ, ഗാന്ധിജിയും നേതാജിയും തമ്മിൽ, ഇവരെല്ലാം തമ്മിൽ പലതുകൊണ്ട് യോജിക്കാൻ കഴിയാത്ത ആളുകളായിരുന്നു. ഇവരാരോടും യോജിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്ന ആളായിരുന്നു ശ്രീ അംബേദ്കർ അടക്കമുള്ള ആൾ. പക്ഷേ ഇവരുടെ എല്ലാം സേവനങ്ങൾ വലിയ രീതിയിൽ ഒന്നിക്കുകയാണ് അവിടെ ചെയ്തത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഒരു വലിയ സംവിധാനത്തെ എങ്ങനെ നമ്മൾ നിർമ്മിക്കണം, സുതാര്യമായ, നിഷ്പക്ഷമായ, ഉന്നതമായ ശാസ്ത്രബോധമുള്ള ഒരു സംവിധാനത്തെ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം, ആ സംവിധാനം എങ്ങനെ കാലത്തിനനുസരിച്ച് നവീകരിക്കാൻ കഴിയുന്നൊരു മനസ്സുള്ള ഒരു സംവിധാനത്തെ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള ചിന്തയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിലുണ്ടായത്. തുടർച്ചയായി ചാവേർ ആക്രമണങ്ങൾ നേരിടുന്ന ഒരു ഭൂപ്രകൃതി, മതവും ഭാഷയും എല്ലാം അതിരുകളാവുന്ന ഒരു നിർമ്മിതി, ഒരു ഭൂപ്രകൃതി, അവിടെ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം ഉണ്ടായത്. സൈക്കിളിൽ റോക്കറ്റ് കൊണ്ടുവന്നത് ഭൂതകാലം തുമ്പയിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പുകൾ അത്യന്തം സങ്കീർണമാകുമ്പോഴും അത്യന്തം സുതാര്യമായിരുന്നു. അതിൽ നിഗൂഢതകളില്ലാത്തവരും സുതാര്യമായ സംഭവം. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിലേക്കും ഇന്ത്യ എന്ന സംവിധാനത്തിലേക്കും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലേക്കും നീറ്റും പാളം തെറ്റിയ റെയിൽവേയും പാലം തകർന്ന ബീഹാറും കവചം നഷ്ടപ്പെട്ടു പോയ റെയിൽവേയും പുതുതായി ആളുകളെ സ്വീകരിക്കാത്ത RRBയും PSCയും എല്ലാം നേരത്തെ പറഞ്ഞ ഭരണഘടനാ സംവിധാനങ്ങളോടുള്ള, ഭരണഘടനാ മൂല്യങ്ങളോടുള്ള, വിശാലമായ മൂല്യങ്ങളോടുള്ള പ്രതിഷേധമാണ്, അതിനോടുള്ള പരിഹാസം. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുക. നീറ്റും PSCയും റെയിൽവേക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കവചുമെല്ലാം RRBയുടെയും PSCയുടെ റിക്രൂട്ട്മെൻറ്റുകളുമെല്ലാം എന്തുകൊണ്ട് സുതാര്യമാകണം എന്നുള്ളതിനാണ് നമ്മൾ നേരത്തെ തന്നെ അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. എങ്ങനെയാണത് സുതാര്യമാകുന്നത്? എങ്ങനെയാണ് ഇന്ത്യൻ സേന ഏറ്റവും കരുത്തുറ്റതാകുന്നത്? എങ്ങനെയാണ് അഗ്നിവീറുകൾ ഇന്ത്യൻ സേനയെ ബാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ചർച്ചയില്ലാതെ പാസ്സാക്കപ്പെടുന്ന ന്യായ സംഹിതകൾ വെല്ലുവിളിയാകുന്നത്? അതിനുള്ള ഉത്തരമാണ് നമ്മൾ ആദ്യം നൽകിയത്. വൈവിധ്യങ്ങൾക്കിടയിൽ ആശയ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് വിശാലമായ കാഴ്ചപ്പാടിലൂടെ വിശാലമായ ഒരർത്ഥത്തെ തേടിയ ഒരു കൂട്ടം ആളുകളെക്കുറിച്ച്, ഒരു വലിയ വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നീറ്റ് പരീക്ഷ, കേരളത്തിൽ PSCയിൽ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റുകൾ, ഇതെല്ലാം വലിയ രീതിയിൽ ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ പരിഹസിക്കുന്നത്, വേദനിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ചാവേർ ആക്രമണങ്ങൾ ഇതുപോലെ തുടർച്ചയായി നേരിടുന്ന ഒരു സൈനിക സംവിധാനം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ലോകത്തെ എല്ലായിടത്തും യുദ്ധങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ യുക്രൈനിലും പലസ്തീനിലും എല്ലാം യുദ്ധം നടക്കുന്നു. ഒരുപക്ഷെ സിറിയ പോലെ ആഭ്യന്തര കലാപമുള്ള രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തിയ 7 നിമിഷവും ചാവേറാക്രമണം പ്രതീക്ഷിക്കുന്ന ഒരു സംവിധാനം മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയം. അവിടെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് നമ്മൾ തിരിച്ചറിയുന്നത്. ആ കരുത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും സുതാര്യമായ ഒരു സംവിധാനത്തിലൂടെ മനോബലവും ആത്മവിശ്വാസവും ആത്മാർത്ഥതയും ചേരുന്ന പ്രവൃത്തി മികവിൽ ഒരു രാജ്യത്തെ, അതിൻ്റെ അഖണ്ഡതയെ രക്ഷിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായ
നിസ്വാർത്ഥരായ ഒരു കൂട്ടം മനുഷ്യസ്നേഹികളുടെ ഒരു കൂട്ടമായാണ് ഇന്ത്യൻ സേന, അത് കരസേനയാവാം നാവികസേനയാവാം, ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെയാണ് അഗ്നിവീറുകൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നയതന്ത്ര വിദഗ്ധരെയും നമ്മൾ പറയുന്നത്. സേന പോലെ, ISRO പോലെ ലോകമെമ്പാടും ഇന്ത്യയുടെ അവസ്ഥയെ അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളെ, ഇന്ത്യ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അതാത് കാലഘട്ടത്തിൽ അതാത് ഭരണകൂടങ്ങളുമായി സംവദിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് ഏറ്റവും ഉന്നതമായ ഒരു സിവിൽ സർവീസ് സംവിധാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ലോകത്തെ തന്നെ ഏഷ്യയിലെ ഏറ്റവും മികച്ചതെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന, ലോകത്തെ ഏറ്റവും മികച്ച ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ പുറത്തു വരുന്ന ഒരു കൂട്ടം ആളുകൾ കാലാകാലങ്ങളെ അവർ ഇന്ത്യയുടെ നയം രൂപവൽക്കരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ യുദ്ധമുണ്ട്. എന്തുകൊണ്ടാണ് യുദ്ധം സംഭവിക്കുന്നത്? എന്തുകൊണ്ട് അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു? എന്തുകൊണ്ട് പ്രാദേശികവാദങ്ങൾ ഉണ്ടാകുന്നു? ഡാമിന് വേണ്ടിയുള്ള യുദ്ധങ്ങളുണ്ട്. നോർത്ത് ഈസ്റ്റ് ഉണ്ട്. അവിടെ തന്നെ സിക്കിമും അരുണാചൽ പ്രദേശും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്തരം വൈരുദ്ധ്യങ്ങൾക്കിടയിൽ, ഇത്തരം സംഘർഷങ്ങൾക്കിടയിൽ അതിർത്തി പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളുണ്ട്. ബംഗാളിലൂടെ കടന്നു പോകുന്ന, ബംഗ്ലാദേശിലെത്തുന്ന നദികളുണ്ട്. ഇതെല്ലാം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട്, ഇന്ത്യ എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ ആഗോള സാമൂഹിക ക്രമത്തെ, അത് കച്ചവടത്തിൻ്റെ കാര്യത്തിലായാലും തീവ്രവാദത്തിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും ആഗോള സാമൂഹിക ക്രമത്തെ നിർണ്ണയിക്കുന്ന ഒരു വലിയ തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രകൃതിയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്. ചൈനയുമായി ചേർന്ന് പോകുന്ന റഷ്യയുണ്ട്. റഷ്യയും ചൈനയും ചേർന്ന് രൂപീകരിക്കുന്ന ഒരു ധ്രുവമുണ്ട്. ആ ധ്രുവത്തെ എതിരായി നിൽക്കുന്ന അമേരിക്കയുണ്ട്. അമേരിക്കയുമായി ചേർന്ന് പോകുന്ന രാജ്യങ്ങളുണ്ട്. അമേരിക്കയുമായി ചേർന്ന് പോകാത്ത രാജ്യങ്ങളുണ്ട്. ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്. തിബറ്റിൽ നിന്ന് അഭയാർത്ഥികളുണ്ട്. രോഹിംഗ്യകളുണ്ട്. സ്വതന്ത്ര കാശ്മീർ എന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഇതെല്ലാം ചേർന്ന അത്യന്തം സങ്കീർണമായ ഒരു സംവിധാനത്തിൽ ഇന്ത്യൻ സേനയെപ്പോലെ തന്നെ ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധത്വം ലോകത്തെ എണ്ണം പറഞ്ഞ ഒരു സാമൂഹിക ശക്തിയായി, സാമ്പത്തിക ശക്തിയായ അല്ലെങ്കിൽ കൂടി സാമൂഹിക ശക്തിയായി ഇന്ത്യ നിലനിർത്തുന്നതിൽ ഈ നയതന്ത്ര വിഭാഗങ്ങൾക്ക് വലിയ പങ്ക്. അതേപോലെ തന്നെയാണ് ISRO അടക്കമുള്ളത്. ഇതെല്ലാം ചേരുന്ന ഒരു സംവിധാനം പലപ്പോഴും ലോകത്തെ ഇത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ഇങ്ങനെയെല്ലാം വളരാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഇന്ത്യക്കുണ്ടായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഏറിപ്പോയ ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഏകാധിപത്യത്തിലേക്കോ അരാജകത്വത്തിലേക്കോ ഇന്ത്യ മാറുമെന്ന് ആഗ്രഹിച്ചവരുണ്ട്, വിശ്വസിച്ചവരുണ്ട്, ഭയപ്പെട്ടവരുണ്ട്. അവരെല്ലാം കബളിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവരെല്ലാം തെറ്റെന്ന് തെളിയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവടക്കമുള്ള ഭരണാധികാരികൾക്കൊപ്പം സുതാര്യമായ ഈ സംവിധാനങ്ങൾ, ശാസ്ത്രജ്ഞരും സൈനികരും നയതന്ത്ര വിദഗ്ധരും കലാ സാംസ്കാരിക പ്രവർത്തകരും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ സംവിധാനം. ഈ സംവിധാനങ്ങളെ ഇന്ത്യക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത്, പ്രയോഗിക്കാൻ കഴിഞ്ഞത്, നിലനിർത്താൻ കഴിഞ്ഞത് സുതാര്യമായ ഒരു സംവിധാനത്തിലൂടെ. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പഴുതടച്ച രീതിയിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു സംവിധാനം, ഒരു കൂട്ടം വ്യക്തികളുടെ സംവിധാനം. അത് ഇന്ത്യൻ സൈന്യമാവാം, ഇന്ത്യയുടെ നയതന്ത്ര വിദഗ്ധരാവാം. അത്തരമൊരു സംവിധാനമാണ് നമുക്കിവിടെ നഷ്ടപ്പെടുന്നത്. അത് വ്യാപമാവാം, നീറ്റാവാം, ഹത്രാസിലെ ആൾദൈവമാവാം, പൊളിഞ്ഞ പാലങ്ങളാവാം,
ചർച്ചകളില്ലാതെ പാസ്സാക്കപ്പെടുന്ന ന്യായസംഹിതകളാവാം, അഗ്നിവീറുകളാവാം. ഇതെല്ലാം തെളിയിക്കുന്നത് ഒരു സംവിധാനം അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നില്ല. ഒരു സംവിധാനത്തിന് സുതാര്യത നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ഒരു വ്യവസ്ഥ തന്നെ ദുർബലമാവുന്നതാണ്. പട്ടാള ഭരണകൂടങ്ങളും മതമേലാളന്മാരും നിയന്ത്രിക്കുന്ന സമൂഹങ്ങൾ, അവിടെ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഉലയുന്ന ജനകൂടങ്ങളെ ജനവിഭാഗങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അത്തരമൊരവസ്ഥയിലേക്ക് നമ്മൾ ഏത് നിമിഷവും കടന്നു ചെന്നേക്കാം എന്നുള്ളതാണ് നീറ്റ് തെളിയിക്കുന്നത്, അഗ്നിവീർ തെളിയിക്കുന്നത്, കേരളത്തിലെ PSC തെളിയിക്കുന്നത്. നമ്മൾ മുമ്പൊരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, കേരളത്തിലെ പോലീസ് സംവിധാനവും ആരോഗ്യ സംവിധാനവും വിദ്യാഭ്യാസ സംവിധാനവും ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണമാവുന്നത് ഈ മേഖലകളിൽ സുതാര്യത നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, അവിടെ രാഷ്ട്രീയം കടന്നു കയറുന്നത് കൊണ്ടാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ വീണ്ടും ഊന്നി പറയേണ്ടിയിരിക്കുന്നു, തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സുതാര്യത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹേമ കമ്മീഷനിലേക്കും ഇറാനിലെ തെരഞ്ഞെടുപ്പിലേക്കും യൂറോപ്പിലെ തെരഞ്ഞെടുപ്പിലേക്കും അമ്മയിലെ മലയാള ചലച്ചിത്ര സംഘടനയിലെ പുരുഷ മേൽക്കോയ്മയ്ക്കെതിരെ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒരു ഭരണഘടനാ സംവിധാനം അല്ലെങ്കിൽ ഭരണഘടനാ സംവിധാനം നിർണയിച്ച ഒരു സംഘം നടത്തിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ പൊതുസമൂഹത്തിനുള്ളിൽ കാണിക്കാതിരിക്കുന്ന ഒരു ഭരണകൂടം, അത് തെളിയിക്കുന്നത് അധികാരത്തിന്, പണത്തിന് മുന്നിൽ കീഴടങ്ങാൻ കഴിയുന്നതാണ്. അവിടെ ജനാധിപത്യവും ലിംഗസമത്വവും തൊഴിലവകാശങ്ങളുമെല്ലാം നിഷേധിക്കപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സുതാര്യതയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഇത് അമ്പരിപ്പിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉദയകിരണിൻ്റെ മരണമടക്കമുള്ള സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മൾ കരുതിയിരുന്നു ഇങ്ങനെയൊന്ന് കേരളത്തിൽ സംഭവിക്കില്ല. കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനെ ലളിതവൽക്കരിക്കാൻ നമുക്ക് കഴിയുന്നു, നിസ്സാരമായി നോക്കിക്കാണാൻ നമുക്ക് കഴിയുന്നു. ഇവിടുത്തെ വൻ താരങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും അതിനെ നിസ്സാരമായി കാണാൻ കഴിയുന്നു എന്നിടത്താണ് നേരത്തെ പറഞ്ഞ സുതാര്യത നഷ്ടപ്പെട്ടത്. ഒരു സംവിധാനത്തിൻ്റെ ഭരണഘടനാ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് ഒരു വ്യവസ്ഥിതി എത്രമാത്രം ദുർബലമാണെന്ന് നമ്മൾ അറിയുന്നു. നീറ്റിൻ്റെ അതേ ചിത്രമാണ്, നീറ്റ് നൽകുന്ന അതേ ചിത്രമാണ് ഈ പറഞ്ഞ ഹേമ കമ്മീഷനിൽ. അവിടെയാണ് നമ്മൾ ഇറാനിലേക്ക് എത്തുന്നത്. വോട്ടിംഗ് ശതമാനം ലോകമെമ്പാടും വോട്ടിംഗ് ശതമാനം താഴ്ന്ന സമയത്ത്, ഏറ്റവും ഉന്നതമായ ജനാധിപത്യ സംവിധാനങ്ങളിൽ പോലും വോട്ടിംഗ് ശതമാനം താഴ്ന്ന സമയത്ത് പരിഷ്കരണവാദി എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദത്തിനോ ഭരണകൂടങ്ങളുടെ സമ്മർദ്ദത്തിനോ വഴങ്ങിയേക്കാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും പരിഷ്കരണവാദിയായ ഒരു വ്യക്തിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹം തങ്ങളുടെ ആർജവം ലോകത്തിനുള്ളിൽ അറിയിക്കുക. ആ സമയത്താണ് ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ ഹേമ വെളിച്ചം കാണാതെ. നമ്മൾ മുമ്പൊരു വീഡിയോ ചർച്ച ചെയ്തിരുന്നു. ഒരു 4 പതിറ്റാണ്ട് മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു അരനൂറ്റാണ്ട് മുമ്പ് വരെ ഏറ്റവും പുരോഗമനപരമായ, ഏറ്റവും സ്വതന്ത്രമായ ചിന്താഗതി, ഏറ്റവും സ്വതന്ത്രമായ വ്യവസ്ഥ നിന്നിരുന്ന ഒരു സംവിധാനമായിരുന്നു ഇറാൻ എന്നുള്ളതും, അവിടേക്ക് പാശ്ചാത്യ താല്പര്യങ്ങൾ വരികയും അതിനുമേൽ മതഭരണകൂടം അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ലോകത്തെ ഏറ്റവും വിപ്ലവാത്മകമായ സിനിമകൾ ഇറങ്ങുന്ന, മതം അധികാരവർഗമാവുന്നിടത്ത് അതിനോട് കലഹിക്കുന്ന കലയും ലിംഗന്യൂനപക്ഷങ്ങളുമുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആ ഇറാനിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ഈ ചിത്രം കാണുന്നത്. തട്ടം ഇടാത്തതിൻ്റെ പേരിൽ, ശരിയായ രീതിയിൽ ധരിക്കാത്തതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരാൾ പുനർജനിക്കുമ്പോൾ, വാതിൽ തുറന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഹേമ കമ്മീഷൻ പിറകിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു. അവിടെയും നേരത്തെ പറഞ്ഞ
സുതാര്യതയാണ് നഷ്ടപ്പെടുന്നത്. ആ സുതാര്യതയിലേക്കാണ് നമ്മൾ തിരിച്ചെത്തേണ്ടത്. അവിടെയാണ് നമ്മൾ പൗരബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അവിടെയാണ് പൗരബോധം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പൗരബോധം എന്ന് പറയുന്നത് ജനങ്ങൾ അധികാരം സ്ഥാപിക്കുമ്പോഴാണ്. നമ്മളത് മുമ്പൊരു വീഡിയോ ചർച്ച ചെയ്തു. എങ്ങനെയാണ് ജനങ്ങൾ അധികാരം സ്ഥാപിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൂടെ നമ്മൾ അറിയുന്നു. വലിയ രീതിയിൽ വലതുപക്ഷവൽക്കരണം നടക്കുന്നു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും സ്ഥാനാർത്ഥിയുടെ ആരോഗ്യത്തെക്കുറിച്ചും അനാരോഗ്യത്തെക്കുറിച്ചും വ്യക്തിഗത മികവിനെക്കുറിച്ചുമെല്ലാം പരസ്യമായി സംസാരിക്കുന്ന ഒരു ജനത, നിശ്ചിത ശതമാനം ആളുകൾ വോട്ട് ചെയ്താൽ മാത്രം, നിശ്ചിത ശതമാനം വോട്ടുകൾ ലഭിച്ചാൽ മാത്രം വിജയെ പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്ന രാജ്യം യൂറോപ്പും അമേരിക്കയും എല്ലാം നമുക്ക് മുന്നിൽ വളരെ വിശാലമായ ചില ചിന്തകൾ നൽകുന്നുണ്ട്. തുടർച്ചയായ സംവാദങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി. ഇത് ഇന്ത്യയിലും ബാധകം. നമ്മൾ മുമ്പൊരു വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാടും ചേലക്കരയിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുക, വയനാട്ടിൽ നമുക്കിത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയും. പ്രാദേശിക സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുറത്തുവിടുന്നത് കാണും. തീർച്ചയായും അതിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. എങ്കിൽ പോലും അതൊരു വലിയ ആശയം തന്നെ. പ്രത്യേകിച്ചും പൊതു തിരഞ്ഞെടുപ്പ്, അവിടെ കഴിവ് തെളിയിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമായി മാറും. പ്രാദേശിക സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് പറയുമ്പോൾ പ്രാദേശിക തലത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ആ വ്യക്തി ബാധ്യസ്ഥനാണ്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോയില്ലെങ്കിൽ ഈ വീഡിയോയുടെ കുറിച്ച് ചർച്ചയുണ്ട്. അവിടെ നമ്മൾ ഇതിന് സമാനമായ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. ഏറ്റവും ചുരുങ്ങിയത് 20 ദിവസം മുമ്പെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 3 വട്ടമെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, അത് സ്വതന്ത്രരടക്കമുള്ള ആളുകളെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ഒരു ചർച്ച, ഒരു പൊതു ചർച്ച ഔദ്യോഗിക തലത്തിൽ തന്നെ നിയമമായി തന്നെ നടത്തേണ്ടത് ഒരു അനിവാര്യതയാണ്. നേരത്തെ പറഞ്ഞാൽ അതൊരു നിയമമായി മാറിയിട്ടുണ്ട്. 20 ദിവസത്തിന് മുമ്പെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നുള്ളതും ആ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളാവണമെന്നുള്ളതും ആ സ്ഥാനാർത്ഥികളെല്ലാം ചേർന്ന് 3 വട്ടമെങ്കിലും ഒരു സംവാദം നടത്തണം എന്നുള്ള രീതിയിൽ ഒരു നിയമം വരുമ്പോൾ ചാനൽ ചർച്ചകളുടെ ന്യായീകരിക്കാൻ എത്തുന്ന കേരളത്തിൻ്റെ അറപ്പുളവാക്കുന്ന മാധ്യമ സംസ്കാരത്തിന് കൂടി അത് തിരിച്ചടിയാവുക. നേരത്തെ പറഞ്ഞ പോലെ സുതാര്യതയാണ് അവിടെ കാണുന്നത്. തകരുന്ന പാലങ്ങളിൽ പൈസ കൊടുത്ത് വഴിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യപേപ്പറുകൾ വിൽപ്പനയ്ക്ക് വെച്ച് ഡോക്ടർമാരെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് സുതാര്യതയാണ്. ഹേമ കമ്മീഷൻ മുറിക്കുള്ളിൽ അടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് സുതാര്യതയാണ്. ആ സുതാര്യതയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ആ സുതാര്യത എന്ന് പറയുന്നത് ജനാധിപത്യമാണ്, ജനാധിപത്യത്തിൻ്റെ ശക്തി. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളിലേക്ക് എത്തിയത് അറപ്പുളവാക്കുന്ന മാധ്യമ ചർച്ച. ഒരുപക്ഷെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ പതനത്തിന് കാരണമായ ഒരുപാട് നിയമങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളിൽ ഒരാളാണ് ബിൽഗേറ്റ്സ്. ആ ബിൽഗേറ്റ്സിന് മുമ്പുള്ള ആളുകളിലൂടെ അമേരിക്കയുടെ വാണിജ്യ താല്പര്യങ്ങൾ, അതിലൂടെ മാറ്റം വരുത്തിയ ഫാർമസി നിയമങ്ങൾ, ആ നിയമങ്ങൾ ഒരു ശക്തമായ ജനറിക് മരുന്നുകൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ സംവിധാനത്തെ വലിയ രീതിയിൽ ബാധിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അത് വലിയ രീതിയിൽ ബാധിച്ചു. കുറഞ്ഞ ചിലവിൽ മികച്ച നിലവാരമുള്ള മരുന്നുകൾ നഷ്ടപ്പെടുന്നു. ആ മരുന്നുകൾ നിർമ്മിക്കുന്നവർക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇത് ഒരുപാട് 3ാം ലോക രാജ്യങ്ങളിൽ സംഭവിച്ചതാണ്. അതിന് ഉത്തരവാദിയായ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് ബിൽഗേറ്റ്സ്. ബിൽഗേറ്റ്സ് ഇന്ന് മരുന്നുകളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. കൊക്കക്കോള മിനറൽ വാട്ടർ വിൽക്കുന്നു. മുകേഷ് അംബാനിയും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു.
ഇത് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഒരു സംവിധാനത്തിൻ്റെ എല്ലാ സാധ്യതകളെയും തന്നിലേക്ക് ചുരുക്കുക, എന്നിട്ട് താനൊരു ദാതയല്ല, എല്ലാം നൽകുന്നയാളായി, എല്ലാത്തിനുമുള്ള അധികാരം പണം ഉപയോഗിച്ച്, സ്വാർത്ഥ താല്പര്യങ്ങൾ ഉപയോഗിച്ച്, എല്ലാ വഴികളും ഉപയോഗിച്ച്, തെറ്റായ എല്ലാ വഴികളും ഉപയോഗിച്ച് ഒരു സംവിധാനം മുഴുവൻ കൈപ്പിടിയിൽ ഒടുക്കിയ ശേഷം ആ സംവിധാനം ആ സൗകര്യം ഒരു ഔദാര്യം പോലെ ജനങ്ങൾക്ക് നൽകുക. ഇതിനാണ് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ആ സാമ്രാജ്യത്വമാണ് ലോകത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ക്രമത്തെ തകിടം മറിച്ചത്. അതിന് പാശ്ചാത്യ ലോകത്തിന് അമേരിക്കയ്ക്ക് വലിയ പങ്ക്. ഇന്ത്യൻ ലോക മരുന്ന് വിപണിയെ അതൊരു വിപണിയും വ്യവസായവും മാത്രമാക്കി മാറ്റിയ ബിൽഗേറ്റ്സ് അടക്കമുള്ള ആളുകൾ. ആ കൂട്ടത്തിൽ പെടുന്നതാണ് മർഡോക്കിനെ പോലെയുള്ള മാധ്യമ മുതലാളികൾ. അത്തരം മാധ്യമ മുതലാളിമാർക്ക് ഇടമില്ലാത്ത ഒരു കേരളത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. നാടകങ്ങളും കഥാപ്രസംഗങ്ങളും വലിയ രീതിയിലുള്ള സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്തിയ, സ്വതന്ത്രമായ കലയ്ക്ക് വേണ്ടി സൗകര്യങ്ങളും ജീവനും വരെ ത്യജിച്ചവരുടെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്ന കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെ ഒഴുങ്ങി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ശാസ്ത്ര സാംസ്കാരിക മേഖലകളിൽ, സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പൂർണ്ണമായും തങ്ങൾക്ക് വിധേയരായ, തങ്ങളുടെ അടുപ്പക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് അല്ലെങ്കിൽ നിർമ്മിച്ചുകൊണ്ട് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സംവിധാനത്തെ ഉണ്ടാക്കുന്നു, ഒരു വ്യവസ്ഥയെ നിർമ്മിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ട് കേരളത്തിൽ കാണും. കമ്മ്യൂണിസം എല്ലാ കാലത്തും എല്ലായിടങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാവാം, പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ എഴുതാതെ പാസ്സാവുന്ന SFIക്കാരൻ. അത്തരമൊരു ഘട്ടത്തിലും സ്വതന്ത്രമായി നിന്നിരുന്ന മാധ്യമങ്ങളായിരുന്നു കേരളത്തിൻ്റെ ശക്തി. ആ മാധ്യമങ്ങളിലേക്ക് ആദ്യമായി കടന്നു കയറിയത് യഥാർത്ഥത്തിൽ വീരേന്ദ്രകുമാർ. തുടർന്ന് വീരേന്ദ്രകുമാറിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാങ്ങുന്നത് നമ്മൾ കാണും, അല്ലെങ്കിൽ വീരേന്ദ്രകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വാങ്ങുന്നത് നമ്മൾ കാണും. ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു. ഇന്ന് കേരളത്തിലെ ചാനലുകളുടെ ഉടമകളെക്കുറിച്ചൊക്കെ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ആ ചർച്ചയിലേക്ക് കടക്കുന്നത്. ഇന്ന് ആ സാംസ്കാരിക ജീർണതയാണ് നമ്മൾ റിപ്പോർട്ടർ ചാനലിലേക്ക് വയ്ക്കുന്നത്. റിപ്പോർട്ടർ ചാനലും മാതൃഭൂമിയും തമ്മിലുള്ള യുദ്ധം പോലും നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് അഗസ്റ്റിൻ സഹോദരന്മാർ പെടുന്നത് കേരളത്തിൻ്റെ ഈ സാംസ്കാരിക ഭൂമിയിലേക്ക്. ഏറ്റവും വലിയ യാദൃശികത എന്ന് പറയുന്നത് വീരേന്ദ്രകുമാറും ഈ അഗസ്റ്റിൻ സഹോദരന്മാരും ഒരേ നാട്ടിലുള്ളവരാണെന്ന്, ഒരേ നാട്ടുകാരാണെന്ന് എന്നുള്ളതാണ്. മാതൃഭൂമി നിഷ്പക്ഷ മാധ്യമപ്രവർത്തകരായിട്ട് സമൂഹത്തിൽ നിൽക്കുന്നു. ഉന്നതമായ പാരമ്പര്യമുള്ള ഒരു പത്രമാണ് മാതൃഭൂമി, അല്ലെങ്കിൽ ഒരു മാധ്യമ സംവിധാനമാണ് മാതൃഭൂമി. കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക പുരോഗതി വലിയ പങ്ക് നൽകിയ ഒരു സംവിധാനം. നമ്മളത് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യുന്നു. വീരേന്ദ്രകുമാർ വിലയ്ക്ക് വാങ്ങുന്നതുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നിന്നെത്തിയ, അല്ലെങ്കിൽ വയനാടുകാരനല്ലാത്ത, അല്ലെങ്കിൽ വയനാട്ടിലെത്തി വയനാട്ടുകാരനായി മാറിയ വീരേന്ദ്രകുമാറിൻ്റെ വരവോടുകൂടി കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് സംഭവിച്ച അധപ്പതനം അല്ലെങ്കിൽ ജീർണത നമ്മൾ പറഞ്ഞു. അതേ വയനാട്ടിൽ നിന്നാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാരെത്തുന്നത്. പ്രകൃതിയെ കീറിമുറിച്ച കേസിലെ പ്രതികളായ ഒരു പറ്റമാണ് അവർ. മാധ്യമ പ്രവർത്തകരെ വില കൊടുത്ത് വാങ്ങുന്നത് നമ്മൾ പറഞ്ഞു. അവിടെയാണ് നമ്മൾ അതിനേക്കാൾ അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു എന്നുള്ള ഭീതി നമ്മൾ ഇവിടെയാണ് തിരിച്ചറിയുന്നത്. സ്വകാര്യമായൊരു മാധ്യമ സംവിധാനം ഇല്ലാതെയാകുമ്പോൾ ഒരു സംവിധാനത്തിന്, സമൂഹത്തിൽ സംഭവിക്കുന്ന അധപ്പതനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അധപ്പതനത്തെക്കുറിച്ച്, ജീർണതകളെക്കുറിച്ച്, ആ സമൂഹത്തിൽ അവിടെയുള്ള ആളുകൾ പോലും അറിയാതെ അവരിലേക്ക് കടന്നു കയറുന്ന ജീർണതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആ ജീർണതയുടെ ഒരു രൂപമാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ.
അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നു. ഈ രണ്ട് മാധ്യമങ്ങളും നിഷ്പക്ഷരാണ് എന്ന് തെളിയിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽ ഗേറ്റ്സും ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ആളുകളായിട്ട് ആ ചാനൽ മാറുന്നു. വളരെ ഭയപ്പെടുത്തുന്ന, വളരെ അസ്വസ്ഥ ഉളവാക്കുന്ന ഒരു കാഴ്ചയാണ്. BJP വിരുദ്ധ രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് പോകാവുന്ന ഒരു രാഷ്ട്രീയം മാതൃഭൂമി പറയുമ്പോൾ BJPയെ കൂടി ഉൾക്കൊള്ളുന്നൊരു രാഷ്ട്രീയം പറയുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാണ് റിപ്പോർട്ടർ ചെയ്യുന്നത് വലിയ അളവോളം മാതൃഭൂമിയേക്കാൾ ജീർണിച്ച ഒരു വ്യവസായം. കാരണം മാതൃഭൂമിയുടെ ഇത്രമാത്രം ഒരു അധപ്പതനം മാതൃഭൂമിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ റിപ്പോർട്ടർ ചാനൽ എന്ന മാധ്യമം കേരളത്തിൻ്റെ സംസ്കാരത്തിന് നടത്തുന്ന അധിനിവേശത്തെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണിക്കുന്നു. ഇത്തരമൊരു വ്യക്തിക്ക് ഒരു സമൂഹത്തിന്മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുകയും മാധ്യമപ്രവർത്തകരെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണിക്കും. അവിടെ നാം നേരത്തെ പറഞ്ഞ സുതാര്യതയിലേക്ക് എത്തേണ്ടത്. അത് നീറ്റിലും ഹേമ കമ്മീഷനിലും മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചയിലും ഉണ്ടാകുന്നത്. ആ സുതാര്യമായ സംവിധാനത്തിലൂടെ രൂപപ്പെട്ടതാണ് പൗരബോധം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞ തിരിഞ്ഞെടുപ്പ്. ഇത് വിശ്വാസ്യത വീണ്ടെടുക്കേണ്ട സമയമാണ്, തിരിച്ചറിയേണ്ട സമയമാണ്, പൗരബോധം ഉണരേണ്ട സമയമാണ്. പാലം തകർന്ന് പാളം തെറ്റി ഇന്ത്യൻ ജനാധിപത്യം നടന്നു പോവുകയാണ്, കിടന്നുറങ്ങുകയാണ്. ഉണരാനുള്ള സമയമായി.